പ്രസന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2 മാസത്തിൽ കൂടുതലായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ. പല കാരണങ്ങളുണ്ട്. ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പം ഇന്ന് തൊട്ട് നമ്മളിനി ചെറുക്കെ തുടങ്ങുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇന്നൊരു മീൻകറിയുടെ വീഡിയോ കണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മീൻകറി വെക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. രാവിലെ തന്നെ നല്ല ചെമ്പല്ലി കിട്ടി. എന്നാൽ പിന്നെ 1 കിലോ മേടിച്ചേക്കാമെന്ന് ഓർത്തു. എന്നാൽ പിന്നെ ആ ചെമ്പല്ലി അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കീറി വെച്ച് ഒരു 3 പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ വഴണ്ട് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്കിനി അടുത്ത എന്താണെന്നറിയാമോ, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതായത് 1 കിലോ ചെമ്പല്ലിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. കാശ്മീരി മുളക് പൊടി ഒരു 1.5 സ്പൂണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തേ. 1/2 സ്പൂണ് മഞ്ഞൾ പൊടി. ഇനി നമുക്ക് കുടംപുളി, ഒരു 2 കഷ്ണം കുടംപുളി അതിൻ്റെ വെള്ളവും കൂടി നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 സ്പൂണ് ഉപ്പ് പൊടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ തിളച്ചതാ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്പല്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പം നല്ല വൃത്തിയായിട്ട് ഇതാ കഴുകി നല്ല ഫ്രഷ് ചെമ്പല്ലി ആയിരുന്നു കേട്ടോ. അതിൻ്റെ മുട്ടയും നെയ്യും ഒക്കെ അതിലോട്ട് കിടന്നോട്ടെ. ഇനി നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് അരപ്പിനകത്തിലേക്കൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഒന്ന് റെഡിയായി വരട്ടെ. തീ നമുക്ക് കുറച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. മീനൊക്കെ തിളച്ചിങ്ങനെ കുറുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ തുണി കൂട്ടിപ്പിടിച്ച് തന്നെ കറക്കണം. ചട്ടിയല്ലേ, നല്ല കുറുകിയ ചാറായി വരുന്നുണ്ട്. ഇതാ അങ്ങനെ നമ്മുടെ മീൻകറി നല്ല കുറുകി റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. ഇതാ ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അവിടെ നിന്നിരുന്ന കുമ്പുളിയൊക്കെ അതിലൊന്ന് പിടിച്ച് റെഡിയായി വരാം. ചെമ്പല്ലിക്കറിയുടെ കൂടെ എന്താ ഞാൻ ഉണ്ടാക്കിയേക്കുന്നതെന്നല്ലേ, ഇതാ നല്ല അപ്പം കണ്ടോ, സൂപ്പർ അപ്പമാണ്. എന്നാൽ പിന്നെ നമുക്ക് ചെമ്പല്ലിക്കറി അപ്പം കൂടെ ഒന്ന് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ അവർക്ക് ഇതിൻ്റെ കൂടെ അപ്പമാണോ കഴിക്കുന്നതെന്ന്. ഇത് അപ്പവും കൂടെ നല്ല ടേസ്റ്റ്, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ.